കേരളത്തിലേക്ക് നിക്ഷേപം നടത്തുവാൻ താൽപ്പര്യമറിയിച്ച് ന്യൂജേഴ്സി ഗവർണർ ഫിലിപ്പ് ടി മർഫി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര വാണിജ്യ സഹകരണം ഊട്ടിയുറപ്പിക്കുവാൻ കൂടിക്കാഴ്ച ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ലുലു ഗ്രാൻഡ് ഹയാത്തിൽ നടന്ന ബിസിനസ് പാർട്ട്ണർഷിപ്പ് മീറ്റിലും അത്താഴവിരുന്നിലും പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ, വിശേഷിച്ച് കേരളത്തിൽ നിക്ഷേപം നടത്താൻ അനുയോജ്യമായ സമയത്താണ് കേരളത്തിലേക്ക് സന്ദർശനം നടത്തിയതെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ രംഗത്തും കേരളത്തിൽ നിക്ഷേപം നടത്താൻ ന്യൂജേഴ്സി ഭരണകൂടം മുഖ്യമന്ത്രി പിണറായി വിജയനോട് താൽപ്പര്യമറിയിച്ചു. കേരളം നിക്ഷേപ സംസ്ഥാനമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുത്തനായ ഭരണാധികാരിയാണെന്നും അദ്ദേഹം പ്രശംസിച്ചു. ന്യൂജേഴ്സിയിൽ ഇന്ത്യൻ കമ്പനികൾക്കുള്ള സാധ്യതകൾ വിപുലമാണ്. ഇന്ത്യക്കാർക്കായി തന്റെ കാലത്ത് 3000-ലധികം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിച്ചു. കൂടുതൽ തൊഴിൽ സാധ്യത ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത് ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Up and down the state of New Jersey, including from Kerala, and especially from the Lulu, your related companies that are in New Jersey means an enormous amount to us. So there's investment, job creation. I think 3,000 jobs have been created in my time as governor from Indian companies, 3,000. And we're on a trip this week in Delhi and here tonight, Bangalore and then Mumbai, with the absolute expectation, notwithstanding all the discussions about tariffs and visas, that we will create even more jobs and more two-way investments. ന്യൂജേഴ്സി സർക്കാരിനെ നിക്ഷേപം നടത്താൻ കേരളത്തിലേക്ക് ക്ഷണിച്ചാണ് മുഖ്യമന്ത്രി പ്രസംഗം തുടർന്നത്. കേരളത്തിൽ നിക്ഷേപം നടത്താൻ ഏറ്റവും അനുയോജ്യമായ സമയത്താണ് ഗവർണർ മർഫി ഇവിടേക്ക് എത്തിയതെന്നും 4 വിമാനത്താവളങ്ങളും അതിനോടൊപ്പം തന്നെ ആധുനികവൽക്കരിച്ച തുറമുഖങ്ങളുമായി രാജ്യത്തിന് തന്നെ മാതൃകയായി കേരളം കുതിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂജേഴ്സി ഭരണകൂടത്തെയും സംരംഭകരെയും കേരളത്തിലേക്ക് എല്ലാ സമയത്തും സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ MA യൂസഫ് അലി ബിസിനസ് പാർട്ട്ണർഷിപ്പ് മീറ്റിൽ സ്വാഗതം ആശംസിച്ചു. കേരളത്തിലേക്ക് നിക്ഷേപം നടത്താനുള്ള ന്യൂജേഴ്സി സർക്കാരിന്റെ ശ്രമങ്ങളെ MA യൂസഫ് അലി പ്രശംസിച്ചു. ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയാണ് കേരളം ഭരിക്കുന്നതെന്നും 5 ബില്യൺ സാമ്പത്തിക വളർച്ചയിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നങ്ങൾക്ക് കരുത്തേകുന്നതാണ് കേരളത്തിന്റെ സമസ്ത മേഖലയിലുമുള്ള വളർച്ചയെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിൽ നൈപുണ്യരായ യുവജനതയും നിക്ഷേപ സൗഹൃദമുള്ള കേരളത്തിന്റെ കാലാവസ്ഥയും വ്യവസായ സംരംഭങ്ങൾക്ക് കരുത്തേകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഗോളതലത്തിൽ കാർഷിക മേഖലയിലും ഫുഡ് പ്രോസസിംഗ് മേഖലയിലും ലുലു നിക്ഷേപം നടത്തുകയാണ്. ഇൻഫ്രാസ്ട്രക്ചർ, ഉന്നത വിദ്യാഭ്യാസം എന്നീ മേഖലയിൽ കേരള സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണയും അദ്ദേഹം അറിയിച്ചു. ചടങ്ങിൽ ഗവർണർ ഫിലിപ്പ് ടി മർഫിയുടെ ഭാര്യ താമി മർഫി, വ്യവസായ മന്ത്രി P രാജീവ്, മേയർ M അനിൽകുമാർ, ന്യൂജേഴ്സി സർക്കാരിന്റെ പ്രതിനിധികൾ, സംസ്ഥാന സർക്കാരിന്റെ ഉന്നതതല ഉദ്യോഗസ്ഥർ, രാജ്യത്തെ ബിസിനസ് സംരംഭകർ, മാധ്യമ സ്ഥാപന മേധാവികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു.